Okay, dear ones, welcome back to the class. Okay, so after all our celebrations and holidays and so on, we are back to the classes. So, welcome back. All right. So, did you all have your breakfast? Yes, you all had your breakfast. Okay. Okay. So, do you remember anything what we learned in the last classes? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ? അതോ മാവേലിയൊക്കെ ആയി മാവേലി തിരിച്ചു പോയ കൂട്ടത്തിലെല്ലാം പോയോ മാവേലിമാരെ? Okay. Okay. I think I had told you about a dictation today, isn't it? I think 5 or 6 sentence words were there, I think. Okay. Don't worry. If you നിങ്ങൾ അതേക്കുറിച്ച് മറന്നു പോയിട്ടുണ്ടെങ്കിൽ don't worry about it. അല്ലേ ഓണാഘോഷത്തിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. Okay, anyway, I'm not taking the dictation today. എന്തായാലും ഇന്ന് മിസ് ഡിക്റ്റേഷൻ എടുക്കുന്നില്ല. നിങ്ങൾ മറന്നു പോവോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷമാവണ്ട. So today we will start from a new page, page number 16. Please take page number 16, 1-6. Okay, did you all take page number 16? Okay, good. So now here we are going to study about we use I to talk about ourselves. I and my. That's what we give stress in this page here. I and my. Okay, I എന്ന് പറഞ്ഞ എന്താ അർത്ഥം നിങ്ങൾക്ക് അറിയാമല്ലോ. I എന്ന് പറഞ്ഞ ഞാൻ അല്ലേ. I am 5 years old. ഞാൻ 5 വയസ്സ് ആണ് എനിക്ക്. Okay, so I എന്ന് പറഞ്ഞ ഞാൻ അല്ലേ. I live in കൊച്ചി. ഞാൻ കൊച്ചിയിൽ താമസിക്കുന്നു അല്ലേ. അപ്പൊ I and my എന്ന് പറഞ്ഞ my. My. How do we pronounce it? My is pronounced as my. My എന്ന് പറഞ്ഞാലോ my book, my pen, my mother, my father, my brother അല്ലേ. അപ്പൊ my എന്ന് പറഞ്ഞ എന്താ എന്റെ അല്ലേ. എന്റെ ബുക്ക്, my book, എന്റെ ബുക്ക്, my pen, my pencil അല്ലേ. ഓക്കെ, അപ്പൊ മൈ അവിടെ നിൽക്കട്ടെ. നമ്മൾ ആദ്യം ഐ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ന്. ഐ എന്ന് പറഞ്ഞ എന്താ മിസ് പറഞ്ഞു തന്നു. ഐ എന്ന് പറഞ്ഞ ഞാൻ. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് നോക്കി നിങ്ങൾ. ഐ ലിവ് ഇൻ കൊച്ചി. Where do you live? I live in കൊച്ചി. See, look at a boy is there അല്ലേ. ഒരു കുട്ടിയുടെ പിക്ചർ ഉണ്ട് അവിടെ. ആ കുട്ടി പറയാണ് I live in കൊച്ചി. Where do you live? നിങ്ങൾ കൊച്ചിയിലാണോ താമസിക്കുന്നേ? അല്ല അല്ലേ. അപ്പൊ നിങ്ങൾ പറയുമ്പോ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര് കൂട്ടി പറയാ. പറഞ്ഞു നോക്കി. I live in പടിയൊച്ചാൽ. I live in പുളിങ്ങോം. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, where do you live? നിങ്ങൾ എവിടെയാ താമസിക്കുന്നതെന്ന് ചോദിച്ചാല് where do you live എന്ന് ചോദിച്ചാൽ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ആൻസർ പറയും? I live in കൊച്ചി അല്ലെങ്കിൽ I live in പുളിങ്ങോം. I live in പടിച്ചാൽ. ഓക്കെ, so that way we can say. So നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് സെന്റൻസ് നോക്കി. I live in കൊച്ചി. എല്ലാവരും വായിച്ചേ. All of you please read. I live in കൊച്ചി. Live, L-I-V-E. Live എന്ന് പറഞ്ഞാൽ താമസിക്കുക അല്ലേ. ഞാൻ എവിടെ താമസിക്കുന്നു? കൊച്ചിയിൽ താമസിക്കുന്നു. I live in കൊച്ചി. നെക്സ്റ്റ് നോക്കിക്കേ. I am 5 years old. I am 5 years old.
എനിക്ക് എത്ര വയസ്സായി 5 അല്ലെ 5 വയസ്സായി. ഹൗ ഓൾഡ് ആർ യു ചോദിക്കും അല്ലെ. I am 5 years old. I am 5 years old. And the third sentence is okay. I like puppies. I like puppies. എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് പപ്പീനെ ഇഷ്ടമാണെന്നല്ലേ. I like puppies. I like ice cream. അല്ലേ? I like sweets. Okay. അപ്പൊ I നമുക്ക് വേറെ എന്തെല്ലാം സെന്റൻസ് പറയാം അല്ലേ? I കൂട്ടിയിട്ട് I brush my teeth. അല്ലേ? ഞാൻ എന്റെ പല്ല് തേക്കും. I take bath. ഞാൻ കുളിക്കാറുണ്ട്. I do my homework. അല്ലേ? അങ്ങനെയൊക്കെ നമുക്ക് I കൂട്ടി പറയാം. ഞാൻ അല്ലേ? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിനൊക്കെ നമുക്ക് I യൂസ് ചെയ്ത് പറയാം. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ വായിക്കണേ. Your finger should be there on your textbook. ടെക്സ്റ്റ് ബുക്കിലെ ഫിംഗർ വെച്ചിട്ട് മക്കൾ വായിച്ചേ. I live in Kochi. I live in Kochi. I live in Kochi. നമ്മൾ വായിക്കുമ്പോ നമ്മുടെ ഓരോ വാക്കും ക്ലിയർ ആയിരിക്കണം. I live in Kochi. I live in Kochi. Second one. I am 5 years old. am. I am 5 years old. I am 5 years old. Third one sentence again. I like puppies. L-I-K-E. Like. Sorry. Okay. L-I-K-E. How do we pronounce? Parnye. L-I-K-E. എങ്ങനെയാ വായിക്കുന്നേ? Like. Like. I like puppies. വായിക്കണേ. I like puppies. So, Miss I എന്ന് പറഞ്ഞ എന്താന്ന് മിസ് പറഞ്ഞു തന്നു അല്ലേ? ഞാൻ അല്ലേ? ഞാൻ കൊച്ചിയിൽ താമസിക്കുന്നു. ഞാൻ അല്ലേ? എനിക്ക് പപ്പീനെ ഇഷ്ടാണ്. I അല്ലേ? ഞാൻ എനിക്ക് എന്നൊക്കെ അർത്ഥം വരും. I like puppies. I am 5 years old. അപ്പോ we can ask the question, how old are you? അല്ലേ? How old are you? എന്ന് ചോദിക്കുമ്പോ we can give the answer as I am 5 years old. Okay? Okay. Once again, look at the first sentence. First sentence again. Yeah. Keep your finger there. Your finger should be there on the screen. Okay. Yeah, you keep your finger, okay, and then read. I live in Kochi. Okay. I live in Kochi. അപ്പൊ നിങ്ങൾക്ക് പറയുമ്പോ നിങ്ങൾ എവിടെ താമസിക്കുന്നു ചോദിക്കുമ്പോൾ നിങ്ങൾ കൊച്ചിയിലാണ് താമസിക്കുന്നത് അല്ല അല്ലേ? Where do you live? അപ്പൊ നിങ്ങൾക്ക് പറയാം I live in എവിടെയാന്ന് വെച്ചാൽ നിങ്ങളുടെ സ്ഥലം പറയുക. ഇപ്പൊ പാടിച്ചാലാണെങ്കിൽ ഫോർ എക്സാമ്പിൾ I live in പാടിച്ചാൽ. ഓക്കെ, അങ്ങനെ പറഞ്ഞു പഠിക്കണേ. നിങ്ങളുടെ സ്ഥലത്തിന്റെ പേര് നിങ്ങൾ പറഞ്ഞു പഠിക്കണേ. I live in Pulingong. ഞാനാണെങ്കിൽ ഞാൻ പറയും I live in Pulingong. Okay. So second one നോക്കി. I am 5 years old. How old are you? എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം എന്ത്? I am 5 years old. നിങ്ങൾ 5 അല്ല 6 ആണെങ്കിൽ 6 പറയാം. ഓക്കെ, ഇനി 4 ആണെങ്കിൽ 4 പറയാം. ഓക്കെ, നിങ്ങളുടെ വയസ്സ്. I am 5 years old. ഞാൻ എന്റെ വയസ്സാ പറഞ്ഞു കേട്ടോ. I am 5 years old. Okay.
Okay. Then I like puppies. എനിക്ക് എന്ത് ഇഷ്ടമാണ്? എനിക്ക് പപ്പീസിനെ ഇഷ്ടമാണ്. അതുപോലെ നമുക്ക് ലൈക്ക് കൂട്ടി എന്തെല്ലാം സെന്റൻസ് പറയാം അല്ലേ? I like ice cream. I like sweets. I like chocolates. അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. നിങ്ങളൊന്ന് വായിച്ച് ഞാൻ നോക്കട്ടെ എത്ര പേര് വായിക്കുന്നുണ്ടെന്ന്. ഈ 3 സെന്റൻസും നല്ല ക്ലിയർ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് എവിടെ ഓടണ്ട കേട്ടോ. നിങ്ങൾ ആരും അടുത്ത ഫ്ലൈറ്റിന് എങ്ങോട്ടും പോകുന്നില്ല. അപ്പൊ പതുക്കെ അല്ലേ, സ്ലോ ആയിട്ട് വായിക്കുക, ക്ലിയർ ആയിട്ട് വായിക്കുക, ഫിംഗർ വെക്കുക ടെക്സ്റ്റ് ബുക്കില്. എന്നിട്ട് വായിച്ചേ. ആരൊക്കെ വായിക്കുന്ന നോക്കട്ടെ. അയോൺ സാബിനെ വായിച്ച മോനെ. ഷൻസ ഫാത്തിമ വായിച്ചോ? വായിക്ക്. എല്ലാവരും വായിക്കണം. ഞാൻ കാണുന്നുണ്ട് ഇവിടുന്ന് വായിക്കാത്തവരൊക്കെ. പാർവണ മോളെ പ്ലീസ് സ്വിച്ച് യുവർ വീഡിയോ. ഓക്കെ. What happened to Parvana? Okay, she's all right. Okay, Muhammad Saad മോനെ വീഡിയോ ഓൺ. നിങ്ങൾക്ക് എല്ലാവർക്കും മിസ്സിനെ കേൾക്കത്തില്ലേ മക്കളെ? യെസ്, എല്ലാവർക്കും കേൾക്കാം. ഓക്കെ, ഗുഡ്. സോ ഇന്ന് നമ്മള് 3 സെന്റൻസ് വായിക്കാൻ പഠിച്ചു അല്ലേ? പഠിച്ചു 3 സെന്റൻസിന്റെ അർത്ഥവും പഠിച്ചു. ഐ, അതിനേക്കാൾ ഉപരിയായിട്ട് ഐ വിത്ത് യൂസിങ് ഐ അല്ലെ? ഐ ഉപയോഗിച്ച് നമ്മൾ സെന്റൻസ് ഉണ്ടാക്കാൻ പഠിക്കണം. ഐ like ice cream. I am 5 years old. I like to speak English. Okay. പിന്നെയോ എന്തൊക്കെ പറയാം? Okay. I live in Kochi. I am 5 years old. I like puppies. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഇപ്പൊ നമുക്ക് 3 സെന്റൻസ് ഉണ്ട്. നമുക്ക് 2 സെന്റൻസ് നമുക്ക് നോട്ട്ബുക്കിൽ എഴുതാം അല്ലേ? പറ്റുമോ? 2 പേജിൽ എഴുതത്തില്ലേ നമുക്ക്? 3 എണ്ണം വേണ്ട, 2 എണ്ണം എഴുതിയാൽ മതി. യൂസിങ് ഐ. നിങ്ങൾ എഴുതില്ലേ? ആർ യു റെഡി ടു റൈറ്റ്? എഴുതുവോ? 2 പേജ്? 1 പേജിൽ നിന്ന് എഴുതിയാൽ മതി. അടുത്ത ദിവസം എഴുതിയാൽ മതി, കുഴപ്പമില്ല. ഓക്കെ. Okay, then please take your notebook. Please take your notebook. Put today's date. ഇന്നത്തെ ഡേറ്റ് ഇടണേ. First one. I am I am 5 years
All. I am 5 years old. ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് എഴുതാൻ നോട്ട്ബുക്കിൽ കേട്ടോ. ഹാൻഡ് റൈറ്റിംഗ് നീറ്റ് ആയിരിക്കണേ. പറഞ്ഞെഴുതിക്കേ. I am 5 years old. Devapriya, please write. I am 5 years old. അത് ഒരു ലൈനിൽ എഴുതി വെക്കുക. എന്നിട്ട് പിന്നീട് ഒരു പേജ് എഴുതിയാൽ മതി കേട്ടോ. അത് ഇന്നത്തേക്ക് ചെയ്യുക. അടുത്ത സെന്റൻസ് അടുത്ത പേജിൽ അത് നാളെ എഴുതിയാൽ മതി കേട്ടോ. I like puppies. I like puppies. I like puppies. I am 5 years old. I like puppies. രണ്ട് പേജിലും ഇന്നത്തെ ഡേറ്റ് ഇടണേ, മറന്നു പോവാതെ. I am 5 years old. I like puppies.
സ്പെല്ലിംഗ് ഒക്കെ പറഞ്ഞ് എഴുതണേ. ലൈക്ക്, LIKE, ലൈക്ക്. എഴുതിയോ എല്ലാവരും? എഴുതി വെച്ചോ നിങ്ങള്? യെസ്. Okay, you have finished writing, isn't it? Good. So again, we have to write our cursive writing copy. Okay, cursive writing copy. Which letter should we write again? ഏതാണ് എഴുതേണ്ടത്? Small letter C, I think, isn't it? Yes, small letter C. Again, we have to write. Okay. Do one thing. മിസ് ജസ്റ്റ് ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. നിങ്ങൾ ആ സമയത്ത് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ഈ 3 സെന്റൻസും നിങ്ങൾ വായിക്കുക കേട്ടോ. ആരും വായിക്കാതിരിക്കരുത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് 3 സെന്റൻസ് ഒച്ചത്തി വായിക്കണം. ഒച്ചത്തി വായിച്ചേ. ഓക്കെ. ക്രിസ്റ്റി ജോസഫ്, ഗൗരിനന്ദ, അലൻ ജോസഫ്, കാശിനാഥ്, ക്രിസ്റ്റോ ജോൺസ് ജോബി, അനയ റോസ്, നസീം മുഹമ്മദ്, ഭാവിക, ഭാവയാമി, അയൺ സാബിൻ, അഭിരാമി സജിത്ത്, മുഹമ്മദ് നിഹാദ് ആണോ? ഓക്കെ, സോറി, നിഹാദ്. ഓക്കെ, നഹ്ല ഫാത്തിമ, ആരോമൽ പി, സമജ്ഞ, ഇഷാൻ, അവിനാഷ് പ്രകാശൻ, ജസ്വിൻ സിജോ, ദേവപ്രിയ, അർജുൻ രാജേഷ്, ശ്രീഷ്ണ കെ, ഓക്കെ, പാർവണ, മുഹമ്മദ് സാദ്, അംന ഫാത്തിമ,
Amna Fatima. Next. Shansa Fatima. Elon Ullas. Anna Grace. Anna Grace. Kashinath. Avedya PS. Adinath. Okay. ആരുടെയെങ്കിലും പേര് വിളിക്കാൻ മിസ് വിട്ടുപോയിട്ടുണ്ടോ? I called everybody's name, isn't it? Okay. Okay then. Do you have anything to ask me? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ നിങ്ങൾക്ക്? ഒന്നുമില്ല. എന്താ മോനെ ആരോമൽ എന്തെങ്കിലും പറയാനുണ്ടോ മിസ്സിനോട്? ഇല്ല, കൈതാത്തിയിട്ടു. ഓക്കെ. ഉണ്ടോ? എന്നാ അൺമ്യൂട്ട് ചെയ്യും മോനെ. I live in Kochi. അത് വേണ്ട മോനെ, മോൻ ഒത്തിരി ആവൂലേ, കുറെ എഴുതാനാവും. 3 സെന്റൻസ് എഴുതുമ്പോ മോൻ ഒരുപാട് പോയൂലേ എഴുതാൻ. അതുകൊണ്ട് മിസ് 2 തന്നിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ മടുത്തു, കുറെ എഴുതുമ്പോ നിങ്ങൾ മടുക്കും. അതുകൊണ്ടാണ് മിസ് 2 തരുന്നുള്ളൂ. നിങ്ങൾക്ക് ഹെവി ലോഡ് തരാനും മിസ്സിന് ഇഷ്ടമില്ല കേട്ടോ. കർസീവ് റൈറ്റിംഗ് എഴുതണം. ഇതെല്ലാം ഒത്തിരി ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ കുഞ്ഞി കൈ മടുത്തു. ഓക്കെ, വായിച്ചാ മതിയേ. നന്നായിട്ട് മക്കൾ വായിക്കണേ. 3 സെന്റൻസ് നന്നായിട്ട് വായിക്കണം കേട്ടോ. Ishan, do you have something to tell me? Please unmute. Cursive writing 2 page എഴുതണം miss. വേണ്ട മോനെ, just write only 1 page. Small letter C അല്ലേ? Yeah. Okay. Okay, when you write, you have to be very careful about your handwriting. Okay, മക്കളെ, നമ്മൾ എഴുതുമ്പോ നന്നായിട്ട് ശ്രദ്ധിച്ച് എഴുതണം. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് ഇപ്പൊ തന്നെ നല്ല വൃത്തിയുള്ള ഹാൻഡ് റൈറ്റിംഗ് ആക്കി രൂപപ്പെടുത്തി എടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് എഴുതിയാൽ മതി കേട്ടോ. സമയം എടുത്ത് എഴുതുക, ഓടി പിടിച്ചൊന്നും ആരും എഴുതണ്ട. യുവർ ഹാൻഡ് റൈറ്റിംഗ് ഈസ് വെരി ഗുഡ്. നിങ്ങളുടെ എല്ലാവരുടെയും ഹാൻഡ് റൈറ്റിംഗ് നല്ല ഹാൻഡ് റൈറ്റിംഗ് മിസ്സിന് ഇഷ്ടമാണ്. നിങ്ങളുടെ ഈ പ്രായത്തില് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പരമാവധി നല്ല നീറ്റായിട്ട് നിങ്ങൾ എല്ലാവരും എഴുതുന്നത്. വീണ്ടും വീണ്ടും നിങ്ങളെ മിസ് ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഒരു ഇമ്പോർട്ടന്റ് തിങ് ആണ് കേട്ടോ. നമ്മൾ ഇപ്പോഴും അത് രൂപപ്പെടുത്തി എടുത്തെങ്കിലേ നമുക്കത് പിന്നീടത്തേക്ക് ആവുള്ളൂ. കുറെ കഴിഞ്ഞിട്ട് നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാൻ പോയാൽ ആവത്തില്ല. അതുകൊണ്ട് you have to be very careful about it. Okay. So then shall we wind up the class now? Now our time is going to finish. നമ്മുടെ സമയം തീരാറായി. നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ then. എല്ലാവരും നോട്ട്സ് എഴുതുക. റീഡ് ദ ടെക്സ്റ്റ് ബുക്ക്. ഇന്ന് മിസ്സിന് വായിപ്പിക്കാൻ സമയം കിട്ടിയില്ല. അപ്പൊ നിങ്ങൾ ഇന്ന് അമ്മേനെ വായിച്ച് കേൾപ്പിക്കുക കേട്ടോ. ഓക്കെ, ബൈ.